കോട്ടയം മെഡിക്കൽ കോളേജിൽ വാർഡ് കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ ഇടിഞ്ഞു വീണു എന്ന വാർത്ത പുറത്തുവരികയാണ്. ഗൂഗിൾ രമേശ് കൂടുതൽ വിവരങ്ങൾ നൽകും. ഗൂഗിൾ, എന്താണ് സംഭവിച്ചത്? ഇതിലെ ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായിട്ട് ലഭിച്ച വിവരം മാത്രമേ ഉള്ളൂ. നിലവിൽ നമ്മളിപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് ക്യാമറ പോവുകയാണ്. നിലവിൽ 14 വാർഡിനോട് ചേർന്നിട്ടുള്ള കെട്ടിട ഭാഗങ്ങൾ ഇടിഞ്ഞു വീണതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസും ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ കാലപ്പഴക്കമുള്ള കെട്ടിട ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ആ ഭാഗത്തേക്ക് നമുക്ക് എന്നുള്ള കാര്യങ്ങളിലൊന്നും ഗൂഗിൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് എന്ന് മനസ്സിലാക്കുന്നു. അവിടെ എത്തിയാൽ മാത്രമേ എത്രത്തോളം വലിയൊരു അപകടമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. ഗൂഗിൾ, ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് 14 വാർഡ് പൂർണ്ണമായി കെട്ടിടം ഇടിഞ്ഞു വീണു എന്നുള്ളതാണോ അതോ ഒരു ഭാഗം ഇടിഞ്ഞു വീണു? അതിലൊരു വ്യക്തതയുണ്ടോ ഗൂഗിളെ? ഗൂഗിളിനെ ടെലിഫോണിൽ ലഭിക്കുന്നില്ല. ഗൂഗിൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. വളരെ വേഗത്തിൽ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാകും. കെട്ടിടത്തിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. അത് വലിയൊരു അപകടമാണോ അതോ ചെറിയ രീതിയിലുള്ള ഒരു അപകടമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന് പറയുമ്പോൾ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. വാർഡ് കെട്ടിടത്തിൻ്റെ ഭാഗങ്ങൾ തകർന്നിരിക്കുകയാണ്. 14 വാർഡിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ വാർഡ് കെട്ടിടത്തിൻ്റെ ഭാഗങ്ങൾ തകർന്നു വീണു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ ഒന്ന്. വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ്. പക്ഷേ അത് എത്രത്തോളം വലിയ അപകടമാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇനിയിപ്പോൾ അത് ചെറിയ അപകടമാണെങ്കിൽ പോലും അതൊരു ചെറിയ കോൺക്രീറ്റ് പാളി മാത്രമാണ് ഇടിഞ്ഞു വീണത് എങ്കിൽ പോലും, അങ്ങനെയല്ല ഇപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനാകുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും, ചെറിയ പാളിയാണ് ഇടിഞ്ഞു വീണതെങ്കിൽ പോലും അത് ഗുരുതരമായിട്ടുള്ള ഒരു സുരക്ഷാ വീഴ്ചയായി തന്നെ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് രോഗികൾ, വളരെ സാധാരണക്കാരായ രോഗികളാണ് അവിടെ ഉള്ളത്. ഗൂഗിൾ രമേശ് അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാനാകുന്നുണ്ട്. ഒരു ഭാഗം, 14 വാർഡിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായി തകർന്നു വീണിരിക്കുകയാണ്. അത് വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഗൂഗിളിനെ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ലൈനിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. ഒരു ഭാഗം, 14 വാർഡിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായി തറയിലേക്ക് ഇരിക്കുകയും പിന്നീട് ആ മറുഭാഗം പൂർണ്ണമായി നിലം പതിച്ചിരിക്കുന്നു. മറ്റൊരു ഭാഗം തറയിലേക്ക് ഇരിക്കുകയും ചെയ്തിരിക്കുകയാണ്. പൂർണ്ണമായി ചെരിഞ്ഞ് ഇരിക്കുകയാണ്. അവിടെ വീൽ ചെയറുകൾ, രോഗികളെ കിടത്തിക്കൊണ്ട് പോകുന്നതിന്, തള്ളിക്കൊണ്ടു പോകുന്നതിനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ അതിൻ്റെ മുകളിൽ കാണാനാകുന്നുണ്ട്. വലിയ അപകടമാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് PCR നിന്ന് വളരെ വേഗത്തിൽ ഗൂഗിളിനെ കണക്ട് ചെയ്യാനാകും എന്ന് കരുതുന്നു. ഗൂഗിൾ അവിടെ തന്നെ ഉണ്ട്. ഗൂഗിൾ, കേൾക്കാമോ എന്നെ? ബിനിൽ, തീർച്ചയായിട്ടും നിലവിൽ നമ്മളിപ്പോൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നിലവിൽ മെഡിക്കൽ കോളേജിൻ്റെ ഈ 14 വാർഡിനോട് ചേർന്നിട്ടുള്ള ബാത്റൂം ഉൾപ്പെടെ നിൽക്കുന്ന ഭാഗത്തെ കെട്ടിടമാണ് പൂർണ്ണമായിട്ടും തകർന്നു വീഴുന്നത്. ദൃശ്യങ്ങളിൽ അത് കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. എന്തായാലും വലിയ കോൺക്രീറ്റ് പാളികൾ ഉൾപ്പെടെയാണ് ഈ സമയം താഴേക്ക് പതിക്കുകയുണ്ടായത്. കാലപ്പഴക്കമുള്ള ഒരു കെട്ടിടമാണ് എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അതേസമയം ഈ സമയത്ത്, അല്ലെങ്കിൽ ഈ ഭാഗത്ത് ആൾക്കാരാരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്കിപ്പോൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവായി എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്തായാലും ഇവിടെ ഉണ്ടായിരുന്ന ഒരാളോട് നമുക്ക് ചോദിക്കാം. ഇത് ഇടിഞ്ഞു താഴുന്നത് ഒരു കൊച്ചു കുഞ്ഞിനെ സാഹസ്യമായി പയ്യൻ രക്ഷപ്പെടുത്തി. അതിനെ രണ്ടുപേരെ കാണാൻ ചാൻസ് ഉള്ളൂ. മാറ്റി അല്ല, ഇത് ഉപയോഗിച്ചോണ്ടിരിക്കുകയാണ്. ബാത്റൂമുകളൊന്നും ഉപയോഗിക്കുന്നതായിട്ട് പറയുന്നില്ല. ഇതെന്ത് ഭാഗം വല്ലതും അറിയൂ? അത് നമുക്കറിയത്തില്ല. കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇടിഞ്ഞു താഴുകയാണ്. ഞാൻ ഇവിടെ ചായക്കടയുടെ വലിയ ശബ്ദം. അതെ, ശൗചാലയം. അതെനിക്ക് ഈ വ്യക്തമായിട്ട് അറിയത്തില്ല. ചേട്ടൻ അറിഞ്ഞ ആൾക്കാർ താഴെ രണ്ടുപേരെ മാറ്റിയിട്ടുണ്ട്. ഒരാളെ ഒരു 39 വയസ്സുള്ള ഒരു ചേച്ചി എടുത്തോണ്ട് പോയത്. എടുത്തോണ്ട് അന്നേരം തന്നെ പോയി. ഒരു ചെറുക്കൻ വന്ന് രക്ഷപ്പെടുത്തുമായിരുന്നു. വേറെ അധികം ആളുകളായിട്ട് കണ്ടില്ല, ഒരാളെ കണ്ടുള്ളൂ ഞാൻ. അത് ഇടിഞ്ഞു വീഴുക. ഞങ്ങൾ ചായക്കട നിന്നപ്പോഴായിരുന്നു. പെട്ടെന്നായിരുന്നു. പെട്ടെന്ന് എത്ര ആളുണ്ടായിരുന്നു? ഒരാളെ കണ്ടുള്ളൂ, ഞാൻ ഒരാളെ കണ്ടിട്ടുള്ളൂ.